നമ്മുടെ രാജ്യസഭാ സ്പീക്കറും നമ്മുടെ ലോക്സഭാ സ്പീക്കറും ഇവർ രണ്ടുപേരും NDA സഖ്യത്തിന് വേണ്ടിയിട്ടും നരേന്ദ്രമോദിക്കും വേണ്ടിയിട്ട് മാമാപ്പണി എടുക്കുന്ന ഒരു പ്രവണത കുറെ കാലങ്ങളായിട്ട് നമ്മൾ കാണുന്നതാണ്. അതിപ്പോൾ 2024 ലോക്സഭയിലേക്ക് പോയപ്പോൾ MP പോയപ്പോൾ ഒരു ശക്തമായിട്ടുള്ള ഒരു പ്രതിപക്ഷം കൂടി ആയപ്പോൾ കുറച്ചും കൂടി ഒന്ന് ഗൗരവത്തോടു കൂടി അവർ പ്രവർത്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിന്റെ വസ്തുതയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടത്. രാഹുൽ ഗാന്ധി പ്രശ്നങ്ങളെ ചൂണ്ടിക്കാട്ടാൻ ശ്രമിക്കുന്ന വേളയിൽ ലോക്സഭയിൽ സ്പീക്കർ മൈക്ക് ഓഫ് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടു. എന്നിട്ടും രാഹുൽ ഗാന്ധി നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചു. രാജ്യസഭയിലോട്ട് പോവുകയാണെങ്കിൽ അതുപോലെ തന്നെ ജോൺ ബ്രിട്ടാസ് എന്ന് പറയുന്ന ഇടതുപക്ഷത്തിന്റെ ശക്തനായിട്ടുള്ള ഒരു നേതാവ് കാര്യങ്ങൾ തുറന്നു കാട്ടാൻ ശ്രമിച്ചപ്പോൾ അവിടെയും സ്പീക്കർ 3 മിനിറ്റ് സംസാരിക്കാൻ എണീറ്റ ജോൺ ബ്രിട്ടാസിനെ 2 മിനിറ്റോളം എതിർത്തുകൊണ്ട് സംസാരിച്ചു എന്നുള്ളതാണ് അവിടെ ശ്രദ്ധേയമായ ഒരു കാര്യം. ഇത് എങ്ങോട്ടാണ് ഈ ജനാധിപത്യത്തിന്റെ രീതികൾ പോകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല.